നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 സനാതനധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ഓരോരുത്തരെയും അവരവരുടെ തലത്തിൽ ചെന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നത്. മനുഷ്യർ പല സംസ്കാരമുള്ളവരാണ്. ഓരോരുത്തരെയും അവരുടെ സംസ്കാരത്തിനനുസരിച്ച് വേണം നയിക്കാൻ. ചില രോഗികൾക്ക് ഇഞ്ചക്ഷൻ അലർജി ആയിരിക്കും, അവർക്ക് ഗുളിക വേണ്ടിവരും. അതുപോലെ ഓരോരുത്തരെയും ശാരീരികവും മാനസികവുമായ പ്രത്യേകതകൾ കണക്കിലെടുത്ത് അവരുടെ സംസ്കാരം അനുസരിച്ചുള്ള മാർഗങ്ങളാണ് ഉപദേശിക്കേണ്ടത്. അങ്ങനെ വിവിധ സമ്പ്രദായങ്ങളും നിലവിൽ വന്നു. സഗുണസങ്കല്പവും നിർഗുണസങ്കല്പവും ഭക്തിയോഗവും കർമ്മയോഗവും എല്ലാം അങ്ങനെ വന്നതാണ്. അടിസ്ഥാനപരമായി ഇവയിലെല്ലാം അടങ്ങിയിരിക്കുന്നത് നിത്യാനിത്യ വിവേകം തന്നെയാണ്. അർച്ചനയും പൂജയും ഭജനയും എല്ലാം ലക്ഷ്യമാക്കുന്നത് ഇത് തന്നെ. കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയെ അക്ഷരങ്ങൾ തൊടുതിച്ച് പഠിപ്പിക്കുന്നു. ഓരോരുത്തരെയും അവരവരുടെ തലം നോക്കി വേണം നയിക്കുവാൻ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. മുന്നം ത്രിവിക്രമൻ മൂന്നു ലോകങ്ങളും ഝന്നനായി മൂന്നടിയായി അളക്കും വിധൗ യൗവനകാലേ പെരുമ്പറയും കൊട്ടി മൂവേഴുവട്ടം വലത്തു വച്ചിടിനേൻ. വാർദ്ധക്യഗ്രസ്തനായേനിതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാനിരുപത്തൊന്നു വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ. ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലകളോർത്തോളം അദ്ഭുതമെത്രയും. യുദ്ധമാത്മജൻ ചൊന്നതു കേട്ടതിനുത്തരം വൃത്രാരിപൗത്രനും ചൊല്ലിനാൻ. അങ്ങോട്ടു ചാടാം എനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഹനുമാനിൽ അടങ്ങിയിരിക്കുന്ന വീരപരാക്രമത്തെക്കുറിച്ച് ജാമ്പവാൻ പറയുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. സമുദ്ര തരണോപായം ചിന്തിക്കുകയാണ് വാനരന്മാർ. നമുക്കാർക്കും ഈ സമുദ്രം ചാടിക്കടക്കാൻ കഴിയില്ല എന്നവർ നിർണയത്തിലെത്തി. ഓരോരുത്തർ അവരവരുടെ ശേഷി പറയുകയാണ്.
മുന്നം ത്രിവിക്രമൻ 3 ലോകങ്ങളും ഛന്നനായി 3 അടിയായി അളക്കും വിധൗ യൗവനകാലേ പെരുമ്പറയും കൊട്ടി 37 വട്ടം വലത്തു വെച്ചിടിനൻ. വാർദ്ധകഗ്രസ്തനായേനിതാനീം ലവണാബ്ധി കടപ്പാനുമില്ല വേഗം മമ. ഞാൻ 21 വട്ടം പ്രദക്ഷിണം ദാനവാരിക്കു ചെയ്തേൻ ദശമാത്രയാ. അജാത്മജൻ ബ്രഹ്മാവിൻ്റെ പുത്രൻ ജാംബവാൻ. ജാംബവാൻ പറയുകയാണ്, മുമ്പ്, യുഗങ്ങൾക്ക് മുമ്പ് ത്രിവിക്രമൻ മഹാവിഷ്ണു വാമനാവതാരത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ, ലോകങ്ങളെ മുഴുവൻ 3 അടി കൊണ്ട് അളക്കുന്ന സമയത്ത് എനിക്കന്ന് യൗവനകാലമായിരുന്നു. ഞാൻ പെരുമ്പറ കൊട്ടി 21 വട്ടം ഈ ലോകങ്ങൾക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ വൃദ്ധനായി കഴിഞ്ഞു. ഈ സമുദ്രം പോലും കടക്കാനുള്ള ശേഷി ഇപ്പോൾ എനിക്കില്ല. കാലസ്വരൂപനായ ഈശ്വരൻ്റെ ലീല അത്യദ്ഭുതമാണ്. കാലം നമ്മിൽ വരുത്തുന്ന മാറ്റമാണ്. ഇപ്പോൾ ഞാൻ വൃദ്ധനായി കഴിഞ്ഞു. ഇപ്രകാരം ജാംബവാൻ പറഞ്ഞു. ഇവിടെ ചിരഞ്ജീവിയായിട്ടാണ് ജാംബവാൻ മാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് യുഗങ്ങൾക്ക് മുമ്പുള്ള ചരിത്രം തനിക്ക് പറയാൻ സാധിക്കുന്നത്. എന്നല്ല, യുഗങ്ങൾക്ക് മുമ്പേ താനുണ്ടായിരുന്നു, അന്ന് തനിക്ക് യൗവനമായിരുന്നു എന്ന്. ഏതായാലും അത് പറഞ്ഞത് കേട്ടപ്പോൾ അംഗദൻ പറഞ്ഞു, അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണയം, ഇങ്ങോട്ടു പോരുവാൻ ദണ്ഡമുണ്ടാകിലാം. സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും, സാമർഥ്യമുണ്ടു ഭവാനിതിനെങ്കിലും. ഭൃത്യജനങ്ങളയക്കയില്ലെന്നുമേ, ഭൃത്യരിലേഖനുണ്ടാമെന്നതേ വരൂ. ആർക്കുമേ ഇല്ല സാമർഥ്യമനശനം, ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലോ വയം. എനിക്ക് അങ്ങോട്ട് ചാടാനുള്ള ശേഷിയുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ തിരിച്ച് ഇങ്ങോട്ട് ചാടാൻ സാധിക്കുകയില്ല. നമ്മുടെ കൂട്ടത്തിൽ വേറെ ആർക്കും ഇതിനുള്ള സാമർഥ്യമില്ലെങ്കിൽ, ഭവാനും ജാംബവാനും ഇതിനുള്ള സാമർഥ്യമില്ലെങ്കിൽ, നമുക്ക് ഈ കൃത്യം ചെയ്യുന്ന ഭൃത്യരാരുമില്ലെന്ന് പറയേണ്ടി വരും. ആ സ്ഥിതിയിൽ നമുക്ക് മുമ്പിൽ ഒന്നേ കർത്തവ്യമുള്ളൂ, അനശനം ചെയ്യുക. ഭക്ഷണം കഴിക്കാതെ പ്രായോപവേശം ചെയ്ത് ശരീരം ഉപേക്ഷിക്കുക. കാരണം സീതയെ കണ്ടെത്താതെ തിരിച്ചു ചെന്നാൽ നമ്മൾ കൊല്ലപ്പെടും. അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഭക്ഷണം കഴിക്കാതെ സ്വയം ശരീരം ഉപേക്ഷിക്കുന്നത്. താരേയനേവം പറഞ്ഞോരനന്തരം സാരസസംഭവ നന്ദനൻ ചൊല്ലിനാൻ. ഇപ്രകാരം താരാപുത്രനായ അംഗദൻ പറഞ്ഞപ്പോൾ സാരസസംഭവ നന്ദനൻ, സാരസസംഭവൻ ബ്രഹ്മാവ്, ബ്രഹ്മാവിൻ്റെ പുത്രൻ ജാംബവാൻ. ജാംബവാൻ ഇപ്രകാരം പറഞ്ഞു, എന്തു ജഗത് പ്രാണനന്ദനനിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ, കുണ്ഠനായി തന്നെ ഇരുന്നു കളകയോ കണ്ടീല നിന്നെയൊഴിഞ്ഞു മറ്റാരെയും. ദാക്ഷായണീ ഗർഭപാത്രസ്ഥനായൊരു സാക്ഷാത് മഹാദേവ ബീജമല്ലോ ഭവൻ. പിന്നെ വാദാത്മജനാകയുമുണ്ടവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലോ. കേസരിയെ കൊന്നു താപം കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനു പുത്രനായ അഞ്ജന പെറ്റുളനായൊരു സത്വഗുണപ്രധാനൻ ഭവാൻ കേവലം. അഞ്ജനാഗർഭച്യുതനായ അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവാൻ 500 യോജന മേൽപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നിതു മാനസേ. ഈ സംഭാഷണങ്ങളെല്ലാം കേട്ട്
ജാംബവാൻ ഹനുമാനോട് ചോദിക്കുകയാണ്, ഹേ ജഗത് പ്രാണനന്ദന, ജഗത് പ്രാണൻ വായുദേവൻ, ഹേ വായുദേവൻ്റെ പുത്ര, നീ എന്താണ് ഒന്നും പറയാതെ ചിന്തിച്ചിരിക്കുന്നത്? വെറുതെ അലസനായിരുന്ന് സമയം കളയുകയാണോ? നിന്നെ ഒഴിഞ്ഞ് മറ്റാരെയും ഈ ദൗത്യനിർവഹണത്തിന് ഞാൻ കാണുന്നില്ല. സാക്ഷാൽ മഹാദേവ ബീജമല്ലേ, അതിൽ നിന്നല്ലേ നീ സംഭവിച്ചത്? വായുവിന് തുല്യം ബലവേഗം നിനക്കുണ്ടല്ലോ. വാനരനാഥന് ആയ കേസരി പുത്രനല്ലേ നീ? എന്തുകൊണ്ടും ശക്തിസമ്പന്നനും സത്വഗുണസമ്പന്നനുമല്ലേ നീ? നീ ജനിച്ച ഉടനെ തന്നെ 500 യോജന മേലോട്ട് ചാടിയത് എനിക്കറിയാമല്ലോ. അതെനിക്കറിയാം. ഇതെല്ലാം നീ ഒന്ന് ഓർമ്മിക്കൂ. എന്താണ് നീ ഒന്നും പറയാതിരിക്കുന്നത്? ഇങ്ങനെ ജാംബവാൻ ഹനുമാനെ സ്വന്തം വീര്യപരാക്രമങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ചിന്തിക്കാം. ശ്രീമദ് ഭാഗവത തത്വങ്ങളെ വിചാരം ചെയ്യുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. എല്ലാ ശ്രീകൃഷ്ണ ഭക്തർക്കും എൻ്റെ പ്രണാമം. നമ്മൾ ഇവിടെ ചോദിച്ച ശുഖബ്രഹ്മർഷിയോട് പരീക്ഷത്ത് മഹാരാജാവ് ബ്രഹ്മസൃഷ്ടിയെക്കുറിച്ച് ചോദിച്ചു, അതിനെക്കുറിച്ച് വിവരിച്ചു. വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ പരീക്ഷത്ത് മഹാരാജാവ് തയ്യാറായിക്കൊണ്ടിരുന്നു. അതെല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ ശുഖബ്രഹ്മർഷിയും തയ്യാറായി. അങ്ങനെ അവർ വരാഹമൂർത്തിയുടെ അവതാരത്തെക്കുറിച്ച് ചോദിക്കുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് ഹിരണ്യാക്ഷൻ്റെയും ഹിരണ്യകശുവിൻ്റെയും ജന്മത്തെക്കുറിച്ചും പറയുന്നു. സനകസനന്ദ സനത്കുമാരന്മാരുടെ ശാപം നിമിത്തം ഹിരണ്യാക്ഷനും ഹിരണ്യകശുവുമായി അസുരന്മാരായി 2 പേരും ജനിക്കുന്നു. അതായത് ദക്ഷപുത്രിയായ ദിതിയിലെ കശ്യപന് ജനിക്കുന്ന പുത്രന്മാരാണ്. ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മനുഷ്യരെന്ന് മുഴുവൻ എല്ലാവർക്കും ലൈംഗിക ആസക്തി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് ഭാഗവതം പറഞ്ഞു തരുന്ന ഒരു കഥ കശ്യപപത്നിയിൽ ദിതിയിലുണ്ടാകുന്ന മക്കളാണ്. സന്ധ്യാവേളയിലാണ് കശ്യപൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ഇംഗീതം അറിയിക്കുന്നത് ദിതി. ആ സമയം ഒരിക്കലും യോജിക്കാത്ത സമയമാണെന്ന് അറിഞ്ഞിരുന്നിട്ട് കൂടിയും നല്ല സമയം, നല്ല മുഹൂർത്ത സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആസക്തിയോടുകൂടി തന്നെ സമീപിച്ചിരിക്കുന്നു ദിതി. അങ്ങനെ സനകസനന്ദ സനത്കുമാരന്മാരുടെ ശാപനിമിത്തം ജയവിജയന്മാർ അസമയത്തുള്ള ലൈംഗിക ബന്ധത്തിലൂടെ കശ്യപപ്രജാപതിക്ക് ദിതിയിലെ ഹിരണ്യാക്ഷനും ഹിരണ്യകശു എന്ന് പറയുന്ന പുത്രന്മാർ ഉണ്ടായി. ഈ സമയത്ത് മുഹൂർത്തം, അതുപോലെ തന്നെ ചെയ്യേണ്ട കർമ്മങ്ങളിൽ തടസ്സം വരിക, ഇങ്ങനെയെല്ലാം കൊണ്ട് ജനിച്ച പുത്രന്മാരായതുകൊണ്ട് തന്നെ ഇവർ 2 പേരും എന്തായിരിക്കും, ഭഗവത് വിരോധികളും ഭഗവാന്റെ കയ്യാൽ തന്നെ മൃതി അടയുന്നവരുമായി തീരുമെന്ന് കശ്യപൻ പറയുന്നുണ്ട്. ഇതിനകത്ത് ദിതിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമായി. ഭഗവാന്റെ തൃക്കരങ്ങളാൽ വധിക്കപ്പെടുന്നതിനാൽ മുക്തി ലഭിക്കുമല്ലോ ഇവർക്കെന്ന് വിചാരം ചെയ്യുന്നു. നോക്കുക, ഭൂമിദേവിയെ കാണുവാനില്ല. സമുദ്രത്തിൻ്റെ അടിത്തട്ടിക്കൊണ്ട് ഒളിപ്പിച്ചു വച്ചിരിക്കുകയാണ് ഹിരണ്യാക്ഷൻ. ബ്രഹ്മദേവൻ തുടങ്ങിയിരിക്കുന്നവർ വിഷ്ണു ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭൂമി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ പ്രാർത്ഥനയാൽ സംപ്രീതനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ ആരായി മാറി? വരാഹമൂർത്തിയായി അവതരിക്കുകയാണ്. ആരുടെ? ബ്രഹ്മദേവൻ്റെ മൂക്കിൽ പുറത്തേക്ക് ഒരു വിരലിൻ്റെ വലിപ്പത്തിൽ മാത്രം വന്നത് പിന്നീട് വളർന്നു വളർന്ന് വലുതായി തീർന്നു. അങ്ങനെ വലുതായി ഭവിച്ച വരാഹമൂർത്തി സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോവുകയും സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള ഭൂമിയെ തൻ്റെ തേറ്റ കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാനും ശ്രമിച്ചു. അപ്പോൾ ഹിരണ്യാക്ഷൻ എതിർക്കുന്നതും
ഹിരണ്യാക്ഷൻ്റെ നിഗ്രഹം നടത്തുന്നതുമാണ് ഇവിടെ പ്രതിപാദിക്കുന്ന കഥ. ഹിരണ്യാക്ഷൻ്റെ നിഗ്രഹത്തോടുകൂടി ഹിരണ്യകശിപു ഭഗവത് വിരോധിയായി ഭവിക്കുന്നു. ഭൂമിദേവിയെ സ്വസ്ഥാനത്ത് കൊണ്ട് എത്തിക്കുന്നു ഭഗവാൻ വരാഹമൂർത്തിയായിട്ട്. അങ്ങനെ ഭഗവാന്റെ വരാഹമൂർത്തിയെ നമുക്കിന്ന് നമിക്കാം. അപ്പോൾ തീർച്ചയായും ഇവിടെ ഭഗവത് ഭക്തിയുടെ ഒന്നാം ഉറവിടമായി വരാഹമൂർത്തിയുടെ അവതാരത്തെ നമുക്ക് മാനിക്കാം. വരാഹമൂർത്തിയുടെ മുമ്പിൽ ഏതൊക്കെയാണോ നമുക്ക് നഷ്ടമാകുന്നത് അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം കൂടെ നമുക്ക് ബോധ്യമാകണം, നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കണം. അതായത് ആവശ്യമില്ലാത്ത പാഴ്വസ്തുക്കളാണ് മനസ്സിനകത്ത് ശേഖരിച്ച് വച്ചിരിക്കുന്നത്. അതിനെയെല്ലാം ഉയർത്തിയെടുത്തുകൊണ്ട് കളയുക. അതിനെ ഉയർത്തുമ്പോഴത്തേക്ക് നമുക്ക് പലവിധ ദോഷങ്ങളും വന്നു ചേരാം. ഹിരണ്യാക്ഷനെപ്പോലുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ വന്നു ചേരാം. ആ ഹിരണ്യാക്ഷനെപ്പോലുള്ള ആളുകളൊക്കെ വന്നു ചേരുമ്പോൾ അവരോട് യുദ്ധം ചെയ്ത് ഭഗവത് അനുഗ്രഹത്താൽ ലഭിക്കുന്ന സാത്വികമായിരിക്കുന്ന സംസ്കാര ഗുണവിശേഷത്താൽ യുദ്ധം ചെയ്ത് ഹിരണ്യാക്ഷ സ്വഭാവത്തോടു കൂടിയിരിക്കുന്ന ദുസ്വഭാവങ്ങളെയെല്ലാം നിഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഭൂമിയെ ഉയർത്തിയ പോലെ ഭഗവത് ചൈതന്യത്തിൻ്റെ വരാഹമൂർത്തിയായിരിക്കുന്ന ചൈതന്യവിശേഷം മനസ്സിൽ ഉയർത്തെഴുന്നേറ്റ് വരണം. ഈ സന്ദർഭത്തിൽ ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. കാര്യം ഭാഗവത കഥകളായിട്ട് മാത്രം കേട്ടാൽ വരാഹമൂർത്തി അവതരിച്ചു, ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ചു, ഭൂമിയെ തിരിച്ചു, ഇത് മാത്രമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളും കൂടി ഉണ്ടെന്ന് വിചാരം ചെയ്യുമ്പോഴാണ് ഇതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിൻ്റെ അടിത്തട്ടിൽ ശേഖരിച്ചു വച്ചിരിക്കുന്ന ദുസ്വഭാവങ്ങളുടെ കൂമ്പാരം, അതിനെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് മേലിൽ കൊണ്ടുവന്ന് അസ്തമിപ്പിച്ച് കളഞ്ഞാൽ ഹിരണ്യാക്ഷ നിഗ്രഹമായി. അവിടെ പിന്നെ തെളിമയാർന്ന് നിൽക്കുന്ന എന്താ? മംഗളദായിനിയായിരിക്കുന്ന ഭൂമിദേവിയാണ്. മംഗളം മാത്രമുള്ള ഒരു മനസ്സ് മാത്രമായി അവശേഷിക്കും നമ്മുടെ മനസ്സ്. അതായിരിക്കണം ഭാഗവത കഥ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വിചാരം. ഇവിടെ ഒരു ചെറിയ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുക. അതായത് ഒരു ക്ഷേത്രം നമ്മുടെ അരികിലുണ്ടെങ്കിൽ, അത് ഭക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന ഒരിടമാണെങ്കിൽ, അവിടെ പോയി അതിനെ ഭക്തിയെ വർദ്ധിപ്പിക്കുവാൻ നമ്മൾ ശ്രമിച്ചാൽ, ഹിരണ്യാക്ഷനെപ്പോലുള്ള ദുസ്വഭാവങ്ങളുടെ കൂട്ടങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകും. നാമജപവും ആചാരാനുഷ്ഠാനവും ഭക്തിയുമൊക്കെ നമ്മുടെ ഉള്ളിൽ വളർന്നു വരുമ്പോഴാണ് ഇവയൊക്കെ അസ്തമിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വഴിപാടുകൾക്കല്ല ക്ഷേത്രഭക്തി, മറിച്ച് ദുസ്വഭാവങ്ങളും നമ്മൾ ആർജിക്കേണ്ട ഗുണങ്ങളും ഒക്കെയാണ്. ദുസ്വഭാവങ്ങളെ അകറ്റുക, ആർജിക്കേണ്ട ഗുണങ്ങളെ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭാഗവതം അതാണ് വരാഹമൂർത്തിയുടെ കഥയിലൂടെ പറയുന്നത്. കശ്യപപത്നിക്ക് ദിതിയിലുണ്ടായ പുത്രനാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു. ദക്ഷപുത്രിയാണ് ദിതി എന്നുള്ള കാര്യം. ബ്രഹ്മദേവൻ്റെ പുത്രനാണ് ദക്ഷൻ. അപ്പോൾ ഇവിടെ മഹാമുനിക്ക് പോലും അസമയത്ത് ചെയ്യുന്ന പ്രക്രിയ കൊണ്ട്, ദോഷങ്ങൾ കൊണ്ട് ജനിച്ച പുത്രൻ ആരായി തീർന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചാൽ, ആര് എത്ര ശ്രേഷ്ഠനായിരുന്നാലും അവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർക്ക് തന്നെ ലഭിക്കുമെന്നുള്ള കാര്യം ഭാഗവതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ കഥാതന്തുവം നമ്മുടെ ജീവിതത്തിൽ പകർത്തുക, നമ്മളിൽ നിന്ന് പരിവർത്തനം ഉണ്ടാകുക, നമ്മളിൽ ശ്രേഷ്ഠ ഗുണങ്ങൾ വിരാജിക്കുക. ഭഗവത് അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
रत्नैः कल्पितमानसं हिमजलैः स्नानं च दिव्याम्बरं नानारत्नविभूषितं मृगमदामोदाङ्कितं चन्दनं जातिचम्पकबिल्वपत्ररचितं पुष्पं च धूपं तथा दीपं देवदयानिधे पशुपते हृत्कल्पितं गृह्यताम्